ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് രണ്ട് ട്രാവൽ ക്രെഡിറ്റ് കാർഡുകൾ കാര്യമാണ്. നമുക്ക് ഈ 2025 എടുക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല രണ്ട് ട്രാവൽ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത്. ഒരെണ്ണം ലൈഫ് ടൈം ഫ്രീ ആണ്, ഒരെണ്ണം ചാർജബിൾ ആണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യത്തെ നമ്മൾ പറയാൻ പോകുന്ന കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കാപ്പിയ ട്രാവൽ ക്രെഡിറ്റ് കാർഡാണ്. സ്കാപ്പിയ ഫെഡറൽ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കാപ്പിയുടെ ട്രാവൽ ക്രെഡിറ്റ് കാർഡിൻ്റെ കാർഡ് കിട്ടുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയിക്കുന്നത് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ലിമിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സ്കാപ്പിയ ആപ്പ് ത്രൂവാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് എന്താ പറയുക, ലൈഫ് ടൈം ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ടുള്ള എയർപോർട്ട് ലഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന രണ്ടെണ്ണമാണ് നമ്മുടെ മേക്ക് മൈ ട്രിപ്പിൻ്റെ ICICIയുടെ കാർഡ്. ഈ കാർഡ് എടുക്കുമ്പോൾ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് രണ്ട് കാർഡ് കിട്ടും. ഒരു റൂപേ വേരിയന്റും കിട്ടും, ഒരു മാസ്റ്റർ കാർഡ് വേരിയന്റും കിട്ടും. ഇതിന് 999 ആണ് ചാർജ് വരുന്നത്, പ്ലസ് GST, ആനുവൽ ചാർജും ജോയിന്റ് ചാർജും. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പ്രയോറിറ്റി പാസ് മെമ്പർഷിപ്പും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് കാർഡ് പ്രയോറിറ്റി പാസിന്റെ. അതായത് നമുക്ക് കൊല്ലത്തിൽ ഒരു ഇന്റർനാഷണൽ ലോഞ്ചസ്, എയർപോർട്ടിൽ ഇന്റർനാഷണൽ ലോഞ്ചസും നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മേക്ക് മൈ ട്രിപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി മേക്ക് മൈ ട്രിപ്പിന്റെ ICICI കാർഡ് നല്ല ഡീലാണ്. ഞാൻ എന്തായാലും ICICI ബാങ്കിന്റെ കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ സ്കാപ്പിയുടെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സെറ്റപ്പിന്റെ ലിങ്ക് ആയിരിക്കും, റെഫറൽ ലിങ്ക് ആയിരിക്കും, കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ നോക്കാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻസ് അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ വെബ്സൈറ്റ് നോക്കാത്തവർ നോക്കി നോക്കുക, jnj.banksupport.in. നിങ്ങൾക്ക് അതേപോലെ തന്നെ പേഴ്സണൽ ലോൺസും ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ സൈറ്റിൽ കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇൻക്ലൂഡിങ് നമുക്ക് സിവിൽ സ്കോറും ക്രെഡിറ്റ് സ്കോറൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ രണ്ട് കാർഡുകളുടെ കാര്യം. അപ്പോൾ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഏത് കാർഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം ICICIയുടെ മേക്ക് മൈ ട്രിപ്പ് കാർഡ് എന്നേ പറയുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ മെയിനായിട്ട് പ്രത്യേകിച്ച് ഇന്റർനാഷണൽ അല്ല, ഡൊമസ്റ്റിക് ഒക്കെ നമ്മൾ ബുക്ക് ചെയ്യാനും എയർപോർട്ട് ബുക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയുക ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനും അങ്ങനത്തെ സംഭവമൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് MMT ആണ്, മേക്ക് മൈ ട്രിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാർഡ് ഉപയോഗിക്കുമ്പോൾ നമുക്കതിൽ ക്യാഷ് ബാക്ക് 6% ക്യാഷ് ബാക്ക്, ഫ്ലൈറ്റ് ബുക്കിംഗ്, ഹോട്ടൽ ബുക്കിംഗ് ക്യാഷ് ബാക്ക്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക പ്രയോറിറ്റി പാസും കിട്ടുന്നുണ്ട്. അപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് എന്താ പറയുക ട്രാവൽ ക്രെഡിറ്റ് കാർഡ് തന്നെ പറയേണ്ടി വരും. പക്ഷേ നമുക്ക് സ്കാപ്പിയ കാർഡിൻ്റെ അങ്ങനത്തെ എന്താ പറയുക ഭയങ്കര ബോർന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് പോലും നമുക്ക് ഇത്രയും ഓഫറും കാര്യങ്ങളൊക്കെ അവർ തരുന്നുണ്ട് സ്കാപ്പിയ ക്രെഡിറ്റ് കാർഡ്. ഞാൻ റീസെൻ്റ്ലി തന്നെ മേക്ക് മൈ ട്രിപ്പിൽ തന്നെ ഈ സാധനം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിൽ സ്കാപ്പിയ കോയിൻസ് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം തന്നെയാണ്. നമുക്ക് ആ സ്കാപ്പിയൻ്റെ ആപ്പ് ത്രൂ വേണമെങ്കിൽ ബുക്ക് ചെയ്യാനൊക്കെ വരും. എയർപോർട്ട് ആയിക്കോട്ടെ, ഹോട്ടലായിക്കോട്ടെ, അങ്ങനത്തെ സംഭവമൊക്കെ നമുക്ക് ഇത് കൂടെ ബുക്ക് ചെയ്യാൻ പറ്റും. അത് വിസ സിഗ്നേച്ചർ പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ്. അപ്പോൾ ഈ രണ്ട് കാർഡുകളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിങ്കുകളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്പെസിഫിക്കേഷനും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറയണമെന്നിരിക്കുന്നു. ഓൾറെഡി നമ്മൾ റീസെൻ്റ്ലി ഇപ്പോൾ വീഡിയോ ഇട്ടതായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ രണ്ട് ചാനൽസ് മാത്രമേ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൺസിൽ ചെയ്യാൻ ഒന്ന് ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അടുത്ത കാണാം.